സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 12ാം ഡിവിഷൻ ഓട്ടുപാറ ടൗൺ ഈസ്റ്റിലെ സ്ഥാനാർത്ഥി ഷാനവാസിനോടൊപ്പമാണ്. നമസ്കാരം. താങ്കൾ ഇത് എത്രാം തവണയാണ് ഈ ഡിവിഷനിൽ മത്സരിക്കുന്നത്? താങ്കൾ ഈ ഡിവിഷനിൽ ഇത് എത്രാം തവണയാണ് ജനവിധി തേടുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാനവാസ്, MH ഷാനവാസ്. ഞാൻ വടക്കാഞ്ചേരി നഗരസഭയിലെ 12ാം ഡിവിഷനിലേക്ക് ജനവിധി തേടുകയാണ്. ഞാൻ 2010 മുതൽ 15 വരെ വടക്കാഞ്ചേരി പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായും 2015 മുതൽ 20 വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരവസരം കൂടി എനിക്ക് എൻ്റെ പാർട്ടി നൽകിയിരിക്കുകയാണ്. 2025 ഈ തെരഞ്ഞെടുപ്പിൽ ഡിസംബർ 11 നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ UDF എനിക്ക് ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ്. ഈ ഡിവിഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എനിക്ക് ഈ അവസരം നൽകിയിരിക്കുന്നത്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ്, എൻ്റെ പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരവസരം കൂടി എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും. അതുപോലെ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നല്ല രീതിയിൽ അവരുടെ ഏതൊരു ആവശ്യത്തിനും ഏതൊരു കാര്യത്തിനും അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾക്കുമുള്ളത്. അപ്പോൾ അവരോടൊപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഒരു അവസരം കൂടി നൽകണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഇവിടെ 10 വർഷമായിട്ട് UDF തന്നെയാണ് ഈ ഡിവിഷനിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വികസന തുടർച്ചയായിട്ടാണ് താങ്കൾ ജനവിധി തേടുന്നത്? തീർച്ചയായിട്ടും 10 വർഷമല്ല, 15 വർഷമായിട്ടാണ് തുടർച്ചയായിട്ട്. അതായത് 2010 മുതൽ 2020 വരെ ഞാനും, അതുപോലെ 2020 മുതൽ 2025 വരെ മുൻ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷുമാണ് ഇവിടെ പ്രതിനിധാനം ചെയ്തത്. അതിനു മുന്നേ 2 തവണ ഇവിടെ LDF ആയിരുന്നു. LDF എന്ന് പറഞ്ഞാൽ DIC, അന്ന് LDF മുന്നണിയിലായിരുന്നു. DICയും കൂടിയിട്ടാണ് അന്ന് അഡ്വക്കേറ്റ് CV ജയിച്ചത്. അതുപോലെ അതിനു മുമ്പേ സമീറ അസീസ് CPM-ന്റെ പ്രതിനിധിയായിരുന്നു വിജയിച്ചത്. അതിനുശേഷം ഞാനാണ് ഇവിടെ വന്നിട്ട് ഈ വാർഡ് തിരിച്ചു പിടിച്ചത്. അപ്പോൾ ഈ ഡിവിഷനിൽ ഞാൻ 2010 ഈ ഡിവിഷനിൽ ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു 70% റോഡുകളൊക്കെ ഒരു സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളായിരുന്നു. എല്ലാവരും മണ്ണ് വഴികളായിരുന്നു. അതായത് CP നമ്പീശ്വർ റോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾവഴികൾ പലതും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലായിരുന്നു. അവിടെയൊക്കെ നമുക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനും, അതുപോലെ തന്നെ കല്ലംകുണ്ട് ഇപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2010 എൻ്റെ വാർഡ് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളമായിരുന്നു. കാരണം പരുത്തിപ്പുറ ചണ്ടിക്കുളം മുതൽ കല്ലംകുണ്ട് വരെ എൻ്റെ വാർഡായിരുന്നു. ഇപ്പം അതിൻ്റെ പല ഭാഗങ്ങളും പുല്ലാനിക്കാട് ഭാഗത്തേക്കും അതുപോലെ തന്നെ എങ്കക്കാട് ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററോളം ഉണ്ടായിരുന്ന ആ വാർഡിലെ എല്ലാ റോഡുകളും എനിക്ക് സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ TP കുന്ന് പ്രദേശമാണ്. ഇവിടെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു 2010. ഞാൻ ആദ്യമായിട്ട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഇവിടെയുള്ള ഈ TP കുന്നിലെ സ്ത്രീകൾ മുഴുവൻ ഈ താഴത്തുള്ള പൊതു കിണറിൽ നിന്നും കുടത്തിലും ബക്കറ്റിലൊക്കെ വെള്ളം ഏറ്റിക്കൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ അവരെന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടൊരു കാര്യം അത് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഞങ്ങൾക്ക് നടന്നു പോയിട്ട് ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് അവർക്ക് വെള്ളം എത്തിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അവർക്ക് ഉറപ്പ് നൽകുകയും ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ, ഞാൻ പഞ്ചായത്ത് മെമ്പറായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരം കാണുകയും കുടിവെള്ള പദ്ധതി ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ വാർഡിലെ പല ഭാഗങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 95% ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ പല ഭാഗങ്ങളിലും നമുക്ക് അറിയാവുന്നത് പോലെ 2010 ഞാൻ അവിടെ വരുമ്പോൾ കല്ലംകുണ്ട് പ്രദേശത്ത് ഒരു 1.5 കിലോമീറ്ററോളം മാത്രം കല്ലംകുണ്ട് റോഡിൽ മാത്രം നമ്മൾ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്കന്ന് ചെയ്യാൻ സാധിച്ചു, CM ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ വാർഡിലെ എല്ലാ സ്ഥലങ്ങളിലും പുതിയാനഗർ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ചെറ റോഡാണെങ്കിലും CP നമ്പീശ്വർ റോഡാണെങ്കിലും എല്ലാ റോഡുകളും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും അവിടെയൊക്കെ ടാർ ചെയ്യുന്നതിനും, ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ മണ്ണ് വഴികളായിരുന്നു, അവിടെയൊക്കെ ടാർ ചെയ്യുന്നതിനും എനിക്ക് സാധിച്ചു. അതൊക്കെ സഞ്ചാരയോഗ്യമാക്കുന്നതിനും സാധിച്ചു. അതുപോലെ തന്നെ ഈ ഓട്ടുപാറ മാർക്കറ്റിലെ വളരെ ശോചനീയാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ
അവിടെ എൻ്റെ നേതൃത്വത്തിൽ അന്ന് CN ബാലകൃഷ്ണനായിരുന്നു ഇവിടെ മന്ത്രി. അദ്ദേഹവുമായി കണ്ട് അന്നത്തെ ഫിഷറീസ് മന്ത്രിയായിരുന്ന K ബാബുവിൻ്റെ അടുത്ത് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് സിന്ധു സുബ്രഹ്മണ്യനായിരുന്നു. അവരും ഞങ്ങളുടെ ഒക്കെ അപേക്ഷയുടെ പുറത്താണ് അവർ ഇവിടെ ഒരു ആധുനിക മത്സ്യ മാർക്കറ്റ് സ്ഥാപിക്കുന്നതിന് നടപടിയെടുത്തത്. ആധുനിക മത്സ്യ മാർക്കറ്റ് ഇവിടെ സ്ഥാപിച്ചെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യം മൂലം അത് കുറേ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ 10 കൊല്ലം ഭരിച്ച ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. കാരണം ഇതിനോടൊപ്പം അന്ന് ഉദ്ഘാടനം ചെയ്ത ഇതിനോടൊപ്പം അന്ന് പല നമുക്ക് ഈ മാർക്കറ്റ് അനുവദിക്കുന്നതിനോടൊപ്പം തന്നെ 3-4 സ്ഥലങ്ങളിൽ അന്ന് മാർക്കറ്റ് ആധുനിക മത്സ്യ മാർക്കറ്റ് അനുവദിച്ചിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ കൊടുവായൂർ പ്രദേശത്തൊക്കെ അന്ന് ഞങ്ങൾ പോയി കണ്ടതാണ്. അതിൻ്റെ മാതൃകയിലാണ് ഇവിടെ ചെയ്തതും. അവിടെയൊക്കെ എപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് കുറച്ച് കടക്കാർ 3-4 പേര് എന്നല്ലാതെ അതൊരു നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഈ നഗരസഭ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളാണ് ഈ വാർഡുകളിൽ നമ്മൾ ആകെ ഞാൻ 2010 വരുമ്പോൾ ആകെ 5-6 പേർക്കാണ് വാർദ്ധക്യ പെൻഷൻ ഈ വാർഡിലുണ്ടായിരുന്നത്. ആകെ 5, കാരണം 154 പേർക്ക് മാത്രമാണ് ഈ പഞ്ചായത്തിൽ തന്നെ വാർദ്ധക്യ പെൻഷൻ അനുവദിച്ചിരുന്നത്. ഒരാൾ മരിച്ചാൽ മാത്രമേ അടുത്ത ആളുകൾക്ക് കയറ്റാൻ തന്നെ സാധിക്കുകയുള്ളൂ. ആ അവസ്ഥയിലാണ് ഞാൻ ഈ 2010 ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് വരുന്നത്. നമ്മുടെ ബഹുമാന്യനായ അന്തരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറ്, ജനങ്ങളുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറ് ആദ്യം അദ്ദേഹം 3 ലക്ഷം വരുമാന പരിധിയാണ് വെച്ചത്. 3 ലക്ഷം വരുമാന പരിധി ഉള്ള എല്ലാ ആളുകൾക്കും നമുക്ക് വാർദ്ധക്യ പെൻഷൻ കൊടുക്കാം എന്നുള്ളൊരു നിയമം അദ്ദേഹം കൊണ്ടുവരികയും അതുപോലെ തന്നെ വിധവ പെൻഷൻ ആദ്യമൊക്കെ പ്രായപൂർത്തിയായ ആണുങ്ങളുണ്ടെങ്കിൽ ആൺമക്കളുണ്ടെങ്കിൽ വിധവ പെൻഷൻ ലഭിച്ചിരുന്നില്ല. അദ്ദേഹം അതുപോലെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിക്കൊണ്ട് അദ്ദേഹം 3 ലക്ഷം വരുമാന പരിധി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2010-15 കാലം കഴിഞ്ഞ് വരുമ്പോൾ വെറും 4 പെൻഷൻ ഉണ്ടായിരുന്ന എൻ്റെ വാർഡിൽ മാത്രം 150ഓളം 160ഓളം പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ എല്ലാം ഞാൻ വോട്ടർ പട്ടികയിലൂടെ കണ്ടെത്തി അവർ വീട്ടിൽ പോയി ഫോം നൽകി അവർക്ക് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കി. അതിൻ്റെ ആ നന്ദിയും കടപ്പാടും ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നോടുണ്ട്. അതുപോലെ തന്നെ വാർഡിലെ ഏത് കാര്യത്തിലും അത് പ്രളയകാലത്ത് ഞാൻ ഓരോ വീടുകളിലും പോയി ഭക്ഷ്യധാന്യ കിറ്റ് നൽകുകയും അപ്പോൾ എല്ലാ വീടുകളിലേക്കും പച്ചക്കറി കിറ്റ് അത് എനിക്ക് ലഭിക്കുന്ന ഓണറേറിയം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ വീടുകളിലേക്കും അതുപോലെ തന്നെ നാട്ടുകാരുടെ നമുക്ക് സഹായിക്കുന്ന നാട്ടുകാരുടെ അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി എല്ലാ വീടുകളിലേക്കും ഭക്ഷ്യധാന്യ കിറ്റ് നൽകുകയും അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും പച്ചക്കറി കിറ്റും നമ്മൾ തിരഞ്ഞെടുത്ത 100ഓളം വീടുകളിലേക്ക് ഭക്ഷ്യധാന്യ കിറ്റും അത് 1 മാസത്തിൽ 1-2 മാസം നമ്മൾ നൽകേണ്ടായി. അതുപോലെ തന്നെ അവർക്ക് കുടിവെള്ളം വണ്ടികളിലും ബോട്ടിലുകളിലും ഒക്കെ ഇപ്പോൾ എൻ്റെ ഈ 12ാം ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രളയം കൂടുതൽ അനുഭവിക്കുന്ന ഒരു വാർഡാണ് 12ാം ഡിവിഷൻ. ഉദയനഗറായാലും എങ്കക്കാട് പ്രദേശമായാലും ചെറ റോഡായാലും ഒക്കെ കൂടുതൽ പ്രളയ സാധ്യത കൂടുതൽ നിലനിൽക്കുന്ന വാർഡാണ് ഈ വാർഡ്. അവിടെയൊക്കെ ആ പ്രളയത്തിലൊക്കെ ഞാൻ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കാവുന്ന സഹായ സാധനങ്ങൾ അന്നത്തെ കാലത്ത് 10,000 രൂപയാണ് ഗവൺമെന്റിൽ നിന്നും ലഭിച്ചിരുന്നത്. പല വാർഡുകളിലും ആ ഫോം തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ഫോം വാങ്ങി അത് എല്ലാ വീടുകളിലും എത്തിക്കും. അർഹരായിട്ടുള്ള എല്ലാവർക്കും ഗവൺമെന്റിൽ നിന്ന് ധനസഹായം വാങ്ങിച്ചു കൊടുക്കാനും ആ കാലഘട്ടങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇപ്പോൾ എത്ര റൗണ്ട് വോട്ടർമാരെ സമീപിച്ചു? അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഞാൻ എല്ലാ വീടുകളിലേക്കും 2 തവണയെങ്കിലും പോയിട്ടുണ്ടാവും. പിന്നെ പല വീടുകൾക്കും 2, 3, 4 വട്ടം പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. 2 തവണ എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട്. ചില വീടുകളിൽ 3, 4 തവണ എത്തിയിട്ടുണ്ട്. നല്ല ഒരു പ്രതികരണമാണ് എനിക്ക് ലഭിക്കുന്നത്. 10 വർഷത്തെ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരെയും അതുപോലെ തന്നെ 10 വർഷം ഈ നഗരസഭ ഭരിച്ച ഈ CPM ഭരണസമിതിക്കെതിരെയൊക്കെ വളരെ വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇപ്രാവശ്യം വടക്കാഞ്ചേരി നഗരസഭ UDF ഭരണസമിതി അധികാരത്തിൽ വരും. അതോടൊപ്പം തന്നെ അതിലൊരാളായിട്ട് ഞാനും അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ജനറലായിട്ട് സോഷ്യലായിട്ടുള്ള തീർച്ചയായിട്ടും പല ജീവകാരുണ്യ സംഘടനകളിലും ഞാൻ അംഗമാണ്. അതിൽ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചിലത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ന്യൂമൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2020 പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായിട്ട് ദീർഘകാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് രക്തദാന ഫോറം എന്ന ഇതുണ്ടാക്കുകയും
പല രോഗികൾക്കും രക്തം നൽകാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇവിടെ പല പ്രാവശ്യം നമ്മൾ രക്തദാന നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മൾ ഇതുണ്ടല്ലോ മറ്റേ മെഡിക്കൽ ക്യാമ്പുകൾ അത് നടത്തി വുമൻസ് ക്ലബിൻ്റെ പേരിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ടായിരുന്നു. ദന്തപരിശോധന ക്യാമ്പ് നടത്തുന്നുണ്ടായിരുന്നു. പല ആളുകൾക്കും ഞാൻ തന്നെ പല രോഗികൾക്കും രക്തം പലവട്ടം കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കാര്യത്തിൽ പറഞ്ഞത് 2020-2000 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പിന്നെ ഈ ഹലോ ദോസ്ത് പറഞ്ഞ ഒരു എല്ലാവർക്കും മാസം കിറ്റ് കൊടുക്കുന്ന ഒരു സംഘടന അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ അതിലൊരു അംഗമായിരുന്നു. അത് എല്ലാ മാസവും അവർക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ കൗൺസിലറായിട്ട് ഇരിക്കുമ്പോൾ 2 പേർക്ക് കൗൺസിലറായിട്ട് ഇരിക്കുമ്പോൾ മുനിസിപ്പാലിറ്റി സഹായം കൊണ്ട് നമ്മൾ പലവർക്കും നമ്മൾ പിന്നെ സഹായം ചെയ്തിട്ടുണ്ട്. വീട് വെക്കാൻ പിന്നെ ലൈഫിൻ്റെ പദ്ധതിയിലൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഈ ഞാൻ പഞ്ചായത്ത് മെമ്പറും കൗൺസിലറും ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ 2 പേർക്ക് എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പലവർക്കും നമ്മൾ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും സ്ഥലമുള്ളവർക്ക് മാത്രമേ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുകയുള്ളൂ. ഈ പറഞ്ഞ ആളുകൾക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയർമാനായും സംസ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ നേതാവ് മുൻ പഞ്ചായത്ത് മെമ്പർ കൺവീനറുമായിട്ട് ഒരു പറഞ്ഞോണ്ട് കുഴപ്പമില്ല ഉമ്മർ പിന്നെ ഉമ്മറിനൊരു വീട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഞാൻ ചെയർമാനും അതുപോലെ തന്നെ ഹംസക്ക കൺവീനറായിട്ടുള്ള ഉണ്ടാക്കുകയും 3.5 ലക്ഷത്തിൻ്റെ അന്ന് 2012-13 സമയത്താണ് 3 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടിനടുത്ത് ഒരു വീട് ഞങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പരുത്തിപ്പുറമുള്ള ഒരു സ്ത്രീക്ക് അത് ഞാൻ ചെയർമാനും എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് 2010 മത്സരിച്ച ജോണിയേട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹവും ഞാനും തമ്മിൽ യാതൊരു രാഷ്ട്രീയ ചേരിതിരിവും ഇല്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ആ ഒരു പിന്നെ പരുത്തിപ്പുറമുള്ള സ്ത്രീക്ക് KP കുന്നത്ത് നമ്മൾ ഇവിടെ വെച്ചത്. അതുപോലെ തന്നെ വീട്ടിൽ നമ്മുടെ വാർഡുകളിൽ പായസ ചലഞ്ച് നടത്തിയിട്ട് രോഗികളായ ആളുകൾക്ക് നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ഈ പ്രദേശത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി നമ്മൾ വീണ്ടും ജനവിധി തേടുകയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ നല്ലവരായ വോട്ടർമാരോട് ഇക്കാക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകം എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. 10 വർഷത്തോളം അവരിലൊരാളായിട്ടാണ് ഞാൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഏതൊരു കാര്യത്തിനും അത് ഞാൻ മെമ്പർ അല്ലെങ്കിൽ പോലും എന്നെയാണ് പല കാര്യങ്ങൾക്കും വിളിച്ചിരുന്നത്. ഈവൻ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ടാക്സ് അടയ്ക്കുന്നത് വരെ എന്നെ വിളിച്ചിട്ട് ടാക്സ് അടപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഇപ്പോഴും എന്നെയായിട്ട് ബന്ധപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്നെ അറിയാം, എന്നെക്കുറിച്ച് അവർക്കൊക്കെ അറിയാം. പല ആളുകളും പല എതിർകക്ഷികളൊക്കെ എന്നെക്കുറിച്ച് വളരെ എനിക്ക് ജോലിയുണ്ട്, അതുപോലെ പിന്നെ സമയമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് 4 മണിക്ക് ശേഷമാണ്. എനിക്ക് 4 മണി മുതൽ 7 മണി വരെയാണ്. അതൊരു സഹകരണ സ്ഥാപനത്തിൽ കളക്ഷൻ ഏജൻ്റായിട്ട് ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബം ജീവിക്കുന്നത്. 4 മണിക്ക് ശേഷം 4 മണി മുതൽ 7 മണി രാവിലെ പിരിവുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മാത്രമേ പിരിവുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വല്ലവരെ കൊണ്ട് ഏൽപ്പിക്കാറും ഉണ്ട്. നമുക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന സ്ഥാപനത്തിൽ 2 വേറെ കളക്ഷൻ ഏജന്റുമാരുണ്ട്. അവർക്ക് വേണമെങ്കിൽ അത് കൊടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 4 മണി മുതൽ 7 മണി വരെ എനിക്ക് ജോലിയുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, എൻ്റെ കുടുംബവും മുന്നോട്ട് പോകുന്നത്. ഞാൻ രാഷ്ട്രീയം കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരാളല്ല. ഞാൻ ഈ പാർട്ടിയിൽ ബൂത്ത് പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ്, അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറി, ബ്ലോക്ക് സെക്രട്ടറി, ഇപ്പോൾ നിലവിൽ മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. 2 തവണ ജനപ്രതിനിധിയായിട്ടുള്ള ആളുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആളല്ല എന്നുള്ളത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. കാരണം ഞാൻ ഈ ജോലി ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുടുംബം പറ്റുന്ന ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ്. സമയമില്ല എന്ന് പലരും ഇവിടെ പറഞ്ഞു നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. 4 മണി മുതൽ 7 മണി വരെയാണ് എൻ്റെ ഈ സമയം, ഡ്യൂട്ടി ടൈം. അതിനു മുമ്പ് എന്ത് കാര്യത്തിനും എന്നെ വിളിച്ചാൽ ഞാൻ ഇതിനു മുമ്പും 2 തവണ ഇതായിരിക്കുമ്പോൾ ഞാൻ 2012 മുതൽ ഈ ജോലിക്ക് കയറിയിട്ടുള്ളതാണ്. പിന്നെ 8 കൊല്ലത്തോളം ഞാൻ ഈ ജോലി കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ മെമ്പർ പരിപാടി ഞാൻ തുടർന്നുകൊണ്ടിരുന്നത്. അതുപോലെ പിന്നെ ഇവിടെ എന്നെ കുറിച്ചിട്ട് ഞാൻ ജോലിയുള്ള ആളാണ്, സമയമില്ല എന്ന് പറയുന്ന CPM മുന്നണിയുടെ LDF മുന്നണിയിൽ പല ആളുകളും അംഗൻവാടി ടീച്ചർമാരാണ്,
അതായത് രാവിലെ 10 മണി മുതൽ 5 മണി വരെ ജോലിയുള്ള ആളുകളാണ്. ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും, ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലും അവരുടെ ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് നമ്മൾ പേപ്പറുകളിലൊക്കെ വെച്ചതാണ്. പ്രൊഫഷണൽസ് ഉണ്ട്, വക്കീലന്മാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, യൂണിയൻകാരുണ്ട്, തുടങ്ങി ഇങ്ങനെയുള്ള ആളുകളെ മുഴുവൻ ആണ് അവർ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഈ 4 മണി മുതൽ 7 മണി വരെ മാത്രം ജോലിയുള്ള, എന്നെ ജോലിക്കാരൻ എന്നാണ്, ജോലിയുള്ള ആളാണ്, സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാ വാർഡുകളിലും പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഇത് തന്നെ അവരുടെ ഒരു ഇരട്ടത്താപ്പാന്നുള്ളത് നമുക്കറിയാം. അംഗൻവാടി ടീച്ചർമാർക്ക് നമുക്കറിയാം, അവർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ 3 മണി 4 മണി വരെ അവർക്ക് ജോലിയാണ്. യൂണിയൻകാർ, CITUവിൻ്റെ യൂണിയൻകാർ പലരും സ്ഥാനാർത്ഥികളാണ്. അവർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അവർക്ക് രാവിലെ മുതൽ 4 മണി വരെ ജോലിയാണ്. അങ്ങനെ ഉള്ള ആളുകളെ മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും 4 മണിക്ക് ശേഷം മാത്രം ജോലിയുള്ള എനിക്ക് ജോലിയാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ഇരട്ടത്താപ്പും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്ന ഒരാളാണ്. ഞാൻ ഒരാളുമായി വളരെ മോശമായ രീതിയിൽ സംസാരിക്കാനോ അവരോട് വളരെ മോശമായ രീതിയിൽ അവരോട് ചെയ്യുന്ന ഒരാളല്ല. അത് സാധാരണക്കാരായ ജനങ്ങളോടായാലും ഉദ്യോഗസ്ഥരോടായാലും എല്ലാവരോടും ഞാൻ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അത് എൻ്റെ ഒരു കുറവാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് ആള് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മാന്യമായിട്ട് ഉള്ളതാണ് ഏറ്റവും വലിയ ആയുധം എന്ന് കരുതുന്ന ആളാണ്. ജനങ്ങളോട് മാന്യമായി സംസാരിക്കുക, ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുക, ഒരാളോടും അപമര്യാദയായിട്ട് പെരുമാറാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെ പോയാലും എൻ്റെ കാര്യങ്ങൾ നടക്കും. എത്ര പ്രാവശ്യം നമുക്ക് ഓരോരുത്തരോട് ചൂടാവും, എത്ര പ്രാവശ്യം ആളുകളോട് നമുക്ക് തട്ടിക്കയറാം, 1 2 പ്രാവശ്യം ചെയ്യാം, അപ്പോൾ കാര്യങ്ങൾ നടക്കായിരിക്കും. പക്ഷേ പിന്നീട് എപ്പോഴും ഒരാളോട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ ആൾക്കാർ നെഞ്ഞത്ത് കയറാൻ പറ്റുമോ? അപ്പോൾ വളരെ സൗമ്യമായിട്ട് ഇടപെടുന്നതും ഒരു കുറവായിട്ട് കാണുന്ന ആളുകളോടുണ്ട്. പക്ഷേ അത് നല്ല രീതിയിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ. ഈ ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജനങ്ങളോട് തട്ടിക്കയറുക, ജനങ്ങളോട് തെറി പറയുക എന്നുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ബൂത്ത് പ്രസിഡന്റ് മുതൽ ബ്ലോക്ക് സെക്രട്ടറി മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച ഒരാളാണ്. ജനങ്ങളോടുമായി എങ്ങനെയാണ് മിങ്കിൾ ചെയ്യേണ്ടതെന്നും 2 പ്രാവശ്യം ജനപ്രതിയായിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടതെന്നും അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എനിക്ക് നന്നായി കൃത്യമായിട്ട് അറിയാം. അവരൊക്കെ എന്നോടൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത് വരെ ഞാൻ പ്രവർത്തിക്കും. ഞാൻ ഇനിയും ഇവിടുന്ന് തുടർന്നും ഈ 5 വർഷം ഞാൻ ഇവരുടെ കൗൺസിലറായിട്ട് ഇവിടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് 12 ഡിവിഷനിലെ സ്ഥാനാർത്ഥി MH ഷാനവാസ് ആണ്. നന്ദി, നമസ്കാരം സർ. താങ്ക് യു. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.